നമ്മളിപ്പോ കുറേ ദിവസങ്ങളായി കണ്ടിട്ട് ഞാൻ കുറേ തിരക്കിൽ പെട്ടുപോയായിരുന്നു. ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടില്ല, എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയുണ്ട് അഞ്ജു, ആലപ്പുഴയാണ് അവര്. അപ്പൊ അഞ്ജുവും കണ്ണൻ ചേട്ടനും അഞ്ജയും കൂടി 1 വീക്ക് നമ്മളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് വയനാട് ടൂറൊക്കെ ആയിരുന്നു പരിപാടി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവള് വരുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കൊറിയർ പിന്നീട് ഇപ്പൊ ഒരാഴ്ച എന്തായാലും അവര് വരുമ്പോ നമ്മള് ടൂറും കാര്യങ്ങളുമായിട്ട് നമ്മൾ കൊറിയർ വിടാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അവര് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തൊക്കെ വിടുമ്പോഴത്തേക്ക് താമസിച്ചു പോകും. അപ്പൊ ഞാൻ ഓർത്ത് ഒരാഴ്ച മുമ്പ് തന്നെ ഞാൻ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി. ഗരം മസാലയും കറിമഞ്ഞളും ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് അടുത്ത കൊറിയർ വിടാൻ പറ്റും. അപ്പൊ അതാണ് എന്റെ പ്ലാൻ. അപ്പൊ ഞാൻ അങ്ങനെ എന്റെ അനിയത്തി കൊച്ചിന്റെ വീട്ടിലേക്ക് അവർക്ക് മില്ലുണ്ട്, അപ്പൊ അവിടെ പൊടിപ്പിക്കാൻ വേണ്ടി വന്നാണ്. നമുക്ക് ഗരം മസാലയും കറിമഞ്ഞളും ഇന്ന് പൊടിച്ചെടുക്കണം. ഞങ്ങൾ ശരിക്കും ബേസിക്കലി കർഷകരാണ്. ഇതിപ്പം എന്റെയും ബിജിമോളുടെ ഒക്കെ തറവാട്ടിൽ നിന്ന് എന്റെ അപ്പച്ചന്റെ അനിയന്റെ മക്കളാണ് ബിജിമോളും സോജി എന്ന് പറയുന്ന 2 പെൺമക്കളാണുള്ളത്. അപ്പൊ ഞങ്ങളുടെ തറവാട് വീട്ടിൽ നിന്ന് കാപ്പിക്കുരു അവൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഒത്തിരി കാപ്പിക്കുരുവും കുരുമുളക് അങ്ങനെ നമ്മളെല്ലാവരും കർഷകരാണ് ബേസിക്കലി. പിന്നെ സൈഡായിട്ട് നമ്മളൊക്കെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ചിക്കരി ചേർത്ത കാപ്പിപ്പൊടിയാണ് കേട്ടോ. അപ്പം നമ്മളുടെ തന്നെ കാപ്പി ഉണ്ടല്ലോ, അപ്പൊ അതിൽ ചിക്കരി എന്ന് പറയുന്ന ഒരു ചിക്കോറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ്സ് ഉണ്ട്. അതിന്റെ റൂട്ട് അത് നമ്മൾ ഉണങ്ങി പൊടിച്ച് കിട്ടുന്ന സാധനമാണ് കേട്ടോ. അതിനാണ് നമ്മൾ ചിക്കറി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കുന്നതാണ് അടുത്ത പ്രൊഡക്റ്റ്. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ ജോലിയൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ ബിജിമോള് റെഡ് ചുരിദാറിട്ട് പുള്ളിക്കാരി വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ചേച്ചിന്റെ ഗേറ്റിന്റെ അടുത്തുണ്ട് ഡോറ് തുറക്കാൻ കേട്ടോ. അപ്പൊ പെട്ടെന്നൊരു വിസിറ്റ് അവര് അങ്ങനെ വന്നു. ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നൊരു സാൻഡ്വിച്ച് ഒക്കെ തട്ടിക്കൂട്ടി അങ്ങനെയൊക്കെ കഴിച്ച് പിന്നെ അവർ ഫുഡ് കഴിച്ചിട്ടായിരുന്നു വന്നേ. അപ്പൊ അങ്ങനെ പിന്നെ അവരങ്ങ് യാത്ര പറഞ്ഞു പോയി. ഇതില് ഈ ഒരു ജീൻസ് ടോപ്പ് ഇട്ടത് സോജി എറണാകുളം ലിസി ഹോസ്പിറ്റലില് ഹാർട്ട് സർജന്റെ അസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ജോലി ചെയ്യുവാണ്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് ഇതുപോലെ കാറുകൾ എടുത്തിട്ട് അവർ ഓണായിട്ട് കാർ മേടിച്ചിട്ട് ഇതുപോലെ റെന്റിന് കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ ബിജിമോൾക്ക് അവളുടെ ഹസ്ബൻഡിന് ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഒരു പെട്ടെന്നൊരു വിസിറ്റ്. എന്തായാലും അങ്ങനെ എനിക്ക് 3 അനിയത്തിമാരാണ്. പിന്നെ ഒരു അനിയത്തി കൂടിയുണ്ട്, അവള് ബത്തേരിയാണ്, അവളൊരു ബാങ്കിൽ ജോലി ചെയ്യുവാണ്. അങ്ങനെയാണ്. അപ്പം അതങ്ങനെ കഴിഞ്ഞു ആ ദിവസം. പിന്നെ നമ്മളുടെ എനിക്കൊരു ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുറ്റത്തിന് കുറെ നീളം ഉണ്ടെങ്കിലും വീതി കുറവ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ അവരുടെ വണ്ടിയും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുറ്റത്ത് തന്നെ ഇട്ട് തിരിക്കല് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ ഓർത്തു നമ്മുടെ ഒരു സൈഡ് ഇങ്ങനെ പോട്ടെ, അതർ സൈഡിൽ കുറെ ചെടികൾ ഇങ്ങനെ നിപ്പുണ്ട്. അപ്പൊ അതെല്ലാം അങ്ങ് കുറെ വെട്ടി മാറ്റിയിട്ട് അവിടെ ഒരു കാർ ഇടാനുള്ള സ്പേസ് ഉണ്ടാക്കാമെന്ന് ഞാൻ ഓർത്തു. അപ്പൊ നമുക്ക് ഹെൽപ്പിനായിട്ട് ഇവിടെ ആളുകളെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. എനിക്ക് സാധാരണ ഹെൽപ്പൊക്കെ ചെയ്യുന്ന അമൃതയാണ്. അമൃത ഇപ്പൊ പ്രഗ്നന്റ് ആണ്, അവളുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്. അതുകൊണ്ട് അവള് കുറച്ച് റെസ്റ്റും കാര്യങ്ങളുമാണ്. അപ്പൊ അമൃത എനിക്ക് പിന്നെ അവളുടെ 2 ഫ്രണ്ട്സിനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാനും അശ്വിനും ആ 2 ലേഡീസ് ഉണ്ടായിരുന്നു, അവരും കൂടി പോയി വെയിലത്ത് ഞങ്ങള് ഈ അതർ സൈഡ് മുഴുവന് ചെടികളൊക്കെ വെട്ടി അവിടെ ഒരു കാർ പോർച്ചിന്റെ അത്ര. ഇനി കാർ പോർച്ച് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യണം, അത് നമ്മൾ അടുത്ത കാർ മേടിക്കുമ്പോഴത്തേക്കും മതി. അങ്ങനെ പക്ഷെ അതിനു മുമ്പ് തൽക്കാലം ഇപ്പൊ നമ്മുടെ കാറ് അവിടെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ. അതായത് പിന്നെ 2 ദിവസം പൊരി വെയിലത്ത് ഞങ്ങളുടെ പരിപാടി കേട്ടോ. അപ്പൊ ഞങ്ങൾ ആ ചെടികൾ മുഴുവനും വെട്ടി വാരി അത് കഴിഞ്ഞിട്ട് പിന്നെ മിറ്റിൽ ഇറക്കാമെന്ന് ഞാൻ ഓർത്തു കേട്ടോ. മിറ്റിൽ ഇടുവാണെങ്കിൽ കുറച്ച് ചെളിയൊന്നും ആകാതെ അങ്ങനെ കിടന്നോളൂല്ലോ. അപ്പൊ അതിനുള്ള പരിപാടികളായിരുന്നു. പിന്നെ ആ ഒരു 2 ദിവസം മുമ്പ് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് നമ്മൾ എല്ലാ ദിവസവും തന്നെ കൊറിയർ വിടുന്നുണ്ടായിരുന്നു ഞാൻ. ഇനിയിപ്പോ ഇവര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൊറിയർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ഓർഡറൊക്കെ വരുന്നവരോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ കൊറിയർ വിടുകയുള്ളൂന്ന്. അങ്ങനെ ഞാൻ ഇവരെ വിളിച്ച് പറഞ്ഞു. അപ്പൊ മെറ്റിൽ കൊണ്ടുവന്നു കേട്ടോ ചേട്ടൻ. അപ്പൊ അത് കൊണ്ടുവന്നു. അതൊന്നും നേരത്തെ ഇടാനോ ആരെയും കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഞാനും അശ്വനും കൂടി ആ ദിവസം മുഴുവനും, ഇതിപ്പോ 5 വരാൻ ഇനി ഒരു 2 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. അതിന് മുന്നേ ഉള്ള ദിവസങ്ങൾ എത്തി. അപ്പൊ ഞങ്ങള് ആ മിറ്റില് മുഴുവൻ അവിടെ നിരത്തിയിട്ട് വെയിൽ കൊണ്ട് പരിപ്പെടുത്തു കേട്ടോ. അത് പറഞ്ഞാൽ മതി. പിഗ്മെന്റേഷൻ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. എന്നാലും വേണ്ട, നമുക്ക് അവിടെ നല്ല സ്പേസ് കിട്ടി. അങ്ങനെ നമ്മുടെ കാറ് സ്വസ്ഥമായിട്ട് അങ്ങോട്ടേക്ക് മാറ്റി ഇടാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്കായി. കുറെ ചെടികളും പൂക്കളും ഞാൻ വെട്ടിക്കളഞ്ഞു. എന്നാലും ഓക്കെ, നമുക്ക് സമാധാനമായിട്ട് അവിടെ ഇട്ട് മുറ്റത്ത് തന്നെ നമുക്ക് 2 കാറും ഇടാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തു. അതായിരുന്നു 2 ദിവസം മുമ്പുള്ള പരിപാടികൾ കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ നമുക്കറിയാലോ എത്ര നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവരാണ്, നമ്മുടെ അത്രയും നമ്മൾ അറിയാവുന്നവരാണെങ്കിലും നമുക്ക്
നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായി കിടക്കണമെന്ന് എല്ലാവരും പോലെ തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ലേഡീസ് അങ്ങനെയാണല്ലോ, നമുക്കൊരു വെപ്രാളാണല്ലോ, നമുക്ക് വിരുന്നുകാരൊക്കെ വരുന്നു എന്ന് സ്റ്റേ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ടെൻഷനും വെപ്രാളമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ആ ഒരാഴ്ച ഞാൻ എല്ലാ സാധനങ്ങളും ഒക്കെ മേടിച്ചു വെച്ചു. പിന്നെ അധികം കുക്കിംഗ് ഒന്നും ഞങ്ങൾ പ്ലാൻ ഇല്ലായിരുന്നു. 5 മണിയിൽ പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നമുക്ക് ഇവിടുന്ന് കഴിച്ചാൽ മതി, അതും ഔട്ട് സൈഡിൽ നിന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് ഓക്കെ, അങ്ങനെ നമുക്ക് പോകാം. അങ്ങനെ ഇത് കണ്ട കൂട്ടുകാരെ, ഞാൻ ആ ഒരു ഏരിയയും കൂടി അങ്ങനെ കാറിടാൻ സ്പേസ് ആക്കിയപ്പോൾ നമ്മുടെ മുറ്റത്ത് സ്വസ്ഥമായിട്ട് 2 കാർ, ഇതിപ്പോ അവരുടെ കാറാണ് ഒരെണ്ണം കിടക്കുന്നത്, അങ്ങനെ 2 കാർ ഇടാൻ നമുക്ക് സ്പേസ് കിട്ടി. അങ്ങനെ ആ ഒരു വലിയ ഹെഡേക്ക് ഞാൻ അവിടെ കുറെ ചെടികൾ മുറിച്ച് കളഞ്ഞെങ്കിലും അത് ഒരുമാതിരി കാട്ടു ചെടി പോലെ പടർന്ന് കയറിയേക്കായിരുന്നു, ബോഗൺ വില്ലകളും അതും ഇതും ഒക്കെ ആയിട്ട്. അപ്പൊ കുറെ മുറിച്ച് മാറ്റി നിർത്ത് കുഴപ്പമില്ലാത്തതാണ്. ആ ഏരിയയും കൂടി ഞാൻ അങ്ങനെ സ്വസ്ഥമായിട്ട് വൈഡാക്കി എടുത്തു. അപ്പൊ നമ്മുടെ മുറ്റവും കുറച്ച് വലുതായി, 2 കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനും പറ്റും. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറെ തണ്ണിമത്തങ്ങ, അങ്ങനെ കുറച്ച് ഗ്രോസറികൾ അങ്ങനെയൊക്കെ ഒരേ ദിവസം പോയി മേടിച്ചു. പിന്നെ നമ്മൾ ഉള്ളി, ചെറിയുള്ളി, വെല്ലുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഞാൻ ഇങ്ങനെ നന്നാക്കി എടുത്തു വെച്ചു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനും കൂടി വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം നന്നാക്കി എടുത്തു വെച്ചു. അങ്ങനെ കുറെ പ്രിപ്പറേഷനൊക്കെ അതിന്റെ ഇടയ്ക്കോടെയൊക്കെ ചെയ്തു വെച്ചു. പിന്നെ വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തു. എല്ലാ മാസവും ഞാൻ വീട് അങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ആഴ്ചയും നമ്മൾ അല്ലാത്തൊരു ചെറിയ ക്ലീനിങ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഡെയിലി നമ്മൾ കുറച്ചൊക്കെ അടിച്ചു വരും, അങ്ങനെയൊക്കെയാണ് ഞാനത് മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പൊ എല്ലാം ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് അങ്ങനെ പിന്നെ അവളെ ഫാമിലിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഏകദേശം ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച ടൂറല്ലേ. അപ്പൊ ഇത്രയും നാൾ ഞാൻ വീഡിയോയിലൊക്കെ ഇട്ട ഡ്രസ്സുകളല്ലാതെ കുറച്ച് ഡ്രസ്സ് മേടിക്കണം എന്ന് ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടി പോയി. പിന്നെ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും അങ്ങനെ മിക്ക ദിവസവും അങ്ങനെ യാത്രയുണ്ടായിരുന്നു. പിന്നെ കൊറിയർ കൊടുക്കാൻ പോകും. അത് കഴിഞ്ഞ് നേരെ ഞങ്ങള് ബത്തേരിക്ക് വിടും. ഇപ്പൊ അധികം ഞങ്ങൾ ബത്തേരിയിലേക്കാണ് ഷോപ്പിംഗ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറെ സിനിമകൾ ഇറങ്ങിയായിരുന്നല്ലോ. അപ്പൊ ആ സിനിമകളെല്ലാം അതിന്റെ ഇടയ്ക്ക് ഇവിടെ കണ്ടു. അങ്ങനെ പിന്നെ ഓരോരോ ദിവസം ഓരോരോ സംഗതികൾ മേടിക്കേണ്ടതൊക്കെ മേടിക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര മനസ്സിൽ സന്തോഷമായിരുന്നു അവർ വരാൻ വേണ്ടി. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ മേടിച്ചു. പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിലും അതുപോലെ ട്രെൻഡ്സിലും പിന്നെ ഭാരത് അങ്ങനെ 3 ഷോപ്പിലാണ് ഞാൻ എപ്പോഴും ബത്തേരി പോകുമ്പോൾ പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ കയറി കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ മേടിച്ചു. ഇനി കുറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം ഞാൻ ഒത്തിരി റേറ്റ് ഉള്ള അങ്ങനത്തെ പിന്നെ ഷൂവും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അഞ്ചുമൊക്കെ പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഗതികൾ മാത്രം വില നോക്കത്തേയില്ല അങ്ങനെ ഇടുന്ന. പക്ഷെ ഞാൻ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള എടുക്കത്തില്ല. അപ്പൊ നമുക്ക് എവിടെയെന്നെങ്കിലുമൊക്കെ 1-2 ഷൂവും ചെരുപ്പും ഒക്കെ മേടിക്കാനുണ്ട് എനിക്ക് ഡ്രസ്സുകൾക്ക് ഇടാൻ. അപ്പൊ അതാണ് ഈ ഒരു ദിവസത്തെ പ്ലാൻ. അങ്ങനെയൊക്കെ ഓർത്തു. ഇതിന്റെ ഇടയ്ക്കോടെ ഒക്കെ നന്നായിട്ട് പുറത്തു പോകുന്നതുകൊണ്ട് ഫുഡ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീട്ടില് കുക്കിങ്ങേ കുറഞ്ഞു എന്ന് പറയാം. അങ്ങനെ ഒത്തിരി കുറെ വണ്ണം വെച്ച പോലെയായിരുന്നു കേട്ടോ ഈ ഒരാഴ്ചയും കൊണ്ട്. അത്രയും പുറമേ നിന്നുള്ള ഫുഡുകൾ കഴിച്ച് അങ്ങനെയൊക്കെ എന്തായാലും ഭയങ്കര എന്താ പറയാ സന്തോഷത്തോട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ. ഇത്രയും ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ഈ ദിവസം ഞാൻ വന്നേക്കുന്ന കുറച്ച് 1-2 ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ മേടിക്കണം. കൂടെ കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദിവസം ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് മിന്റ് മാളാണ് ബത്തേരി. അപ്പം അവിടെ നമുക്ക് കയറിയിട്ട് ഞാൻ 1-2 ഷൂ ഒക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മേടിക്കണം. പിന്നെ അന്ന് സിനിമ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഇടയ്ക്ക് കുറെ പുതിയ സിനിമകൾ ഇറങ്ങിയായിരുന്നല്ലോ, ഡിസംബർ ലാസ്റ്റ് ജാനുവരി ആദ്യത്തെ വീക്കിലൊക്കെ. അപ്പൊ അങ്ങനെ അതെല്ലാം ഒരു ദിവസം ചിലപ്പോൾ 2 സിനിമയൊക്കെ ഞങ്ങൾ കാണും. രാത്രിത്തെ നിൽക്കത്തില്ല, പകല് തന്നെ. പിന്നെ അപ്പം രാവിലെ പോലുള്ള ഫുഡ് കഴിയൊക്കെ മിന്റ് മാളിൽ നിന്നും അവിടെ ബത്തേരിയുള്ള ഹോട്ടലുകളിൽ നിന്നും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഞാനിവിടെ 1-2 ഷൂ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് കയറിയതാണ്. അപ്പൊ അതെല്ലാം മേടിച്ച് ഇനി ഫൈനലി 1-2 ദിവസം കൂടിയേ ഉള്ളൂ 5 വരാന്. അങ്ങനെ അപ്പൊ അതിനു മുമ്പ് ഞാൻ ഓർത്തു, അപ്പൊ അവര് രാവിലെ അവിടുന്ന് പോന്നിട്ടുണ്ടെങ്കിൽ 2 മണിയൊക്കെ കണക്കാക്കി, അല്ല 2 മണിക്കൊക്കെ മുമ്പ് നമ്മളുടെ വീട്ടിലേക്ക് എത്തും. അപ്പൊ ഞാൻ ഓർത്തു അവര് ലഞ്ച് കഴിച്ചിട്ടേ വരത്തുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു വഴിക്കുന്ന തന്നെ. അങ്ങനെ അപ്പം ഞാൻ ഓർത്തു വട്ടയപ്പം ബീഫ് കറി ഉണ്ടാക്കാന്ന് ഓർത്തു. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. അങ്ങനെ നെയ്യപ്പവും ബീഫും അങ്ങനെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ വട്ടയപ്പം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയായിരിക്കാം. കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ശർക്കരയും കൊണ്ടും ഉണ്ടാക്കാം, ഷുഗർ കൊണ്ടും ഉണ്ടാക്കാം. അങ്ങനെ 2 തരത്തിലും അങ്ങനെ ആഡ് ചെയ്തിട്ട് അരിപ്പൊടിയും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് വട്ടയപ്പം നമ്മൾ പറയും. ക്രിസ്ത്യൻസ് ഒക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഈ വട്ടയപ്പം എന്ന് പറയുന്നത്. അപ്പൊ അതും ബീഫും ഉണ്ടാക്കാനാണ് എന്റെ ഒരു പ്ലാൻ അവർ വരുന്ന ദിവസം. പിന്നെ വൈകുന്നേരം നമ്മൾ പുറത്ത് പോയി കഴിക്കാൻ തന്നെയാണ് പ്ലാൻ. അന്ന് എവിടെയെങ്കിലും കാണാനും പോകാം, അതുപോലെ ഡിന്നറും പുറത്തുനിന്നാക്കാന്നൊക്കെയാണ് ഞാനും അഞ്ചും കൂടി പ്ലാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ അപ്പൊ ഈ ദിവസം ഞങ്ങൾ കുറച്ച് ചെരുപ്പൊക്കെ മേടിച്ചു. ഇന്ന് ഞങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സിനിമയൊക്കെ കഴിഞ്ഞ് പിന്നെ
ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോഴത്തേക്ക് 2 സിനിമ കണ്ടു കേട്ടോ ഇന്ന ദിവസം. അപ്പം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് 7 മണി മുതലായി ഇവിടെ ബൊഫേ ഉണ്ട്. അപ്പൊ ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. അപ്പൊ കുറച്ച് നേരം അവിടെ വെയിറ്റ് ഒക്കെ ചെയ്ത് പിന്നെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ബൊഫേ കഴിക്കാനുള്ള പിന്നെ സമയമില്ല ആക്ച്വലി എനിക്ക്. അപ്പൊ ഞാൻ ഓർത്തു ഇവിടെ നല്ലാതെ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോകാം എന്നോർത്ത് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ആ ദിവസം അങ്ങനെ തീർന്നു കേട്ടോ. ഇനിയിപ്പോ ഒരു ദിവസം കൂടിയുള്ളൂ അഞ്ചുമൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പം ആ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് പിന്നെ പ്രിപ്പയർ ചെയ്യണം. തലേ ദിവസം തന്നെ ഞാൻ എല്ലാ സാധനമൊക്കെ മേടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ബെന്നിച്ചേട്ടനെ വിട്ടിട്ട് ബീഫ് മേടിച്ചു. നല്ല ബീഫ് കിട്ടും ഇവിടെ തൊട്ടടുത്ത്. അപ്പൊ രാവിലെ ഞാൻ ഇന്ന് കുക്കിംഗ് ആട്ടോ. ഇന്നാണ് 5 വരുന്ന ദിവസം കേട്ടോ. അപ്പൊ ഞാൻ നന്നായിട്ട് ബീഫൊക്കെ ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒരു പെരളം പോലെ അങ്ങനെ വഴറ്റി അതുണ്ടാക്കാനാണ് എന്റെ പ്ലാന്. അത് ചെയ്യണം. പിന്നെ വട്ടയപ്പം ഓൾറെഡി ഇന്നലെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി, സൂപ്പർ ആയിട്ട് കിട്ടി. ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക്. പക്ഷെ അതിന്റെ മുകളിൽ ഈ ഒരു ചെറിയൊക്കെ ഇടാൻ താമസിച്ചു പോയാൽ ഇതുപോലെ മുകളിൽ തന്നെ കിടക്കൂട്ടോ. അത് ഞാൻ എടുത്തിട്ട് അടുത്ത വട്ടയപ്പം ഉണ്ടാക്കിയപ്പോൾ അതിലിട്ടു. നമ്മളെ മാവ് കോരി ഒഴിച്ച് ഒരുപാട് ഉറച്ചു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെറിയൊക്കെ ഇടണം. അങ്ങനെയാണ്. മുന്തിരിങ്ങയാണെങ്കിൽ നെയ്യിൽ വറുത്തിട്ടിടാം. അങ്ങനെയാണ്. ഇങ്ങനത്തെ സ്റ്റീൽ പാത്രത്തിൽ നെയ്യ് തേച്ചിട്ട് നമ്മൾ ഇത് കോരി ഒഴിക്കണം. മാവ് തലേ ദിവസം നമ്മൾ കലക്കി വെക്കണം. അങ്ങനെയാണ്. പിന്നെ ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനി പെരളൻ പോലെ ആക്കണം. അപ്പം ബീഫും വട്ടയപ്പം കൊടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ 5 എത്തി. 5ഉം 5യും കണ്ണൻ ചേട്ടനും 3 പേര്. പിന്നത്തെ 7 ദിവസം എന്റെ കൂട്ടുകാരെ 7 സുന്ദരമായ രാത്രികൾ, 7 സുന്ദരമായ പകലുകൾ ആയിരുന്നു. ഇത്രയും സന്തോഷത്തോടെ ഞാൻ ഈ 10 വർഷത്തിന്റെ ഇടയ്ക്ക് 7 ദിവസങ്ങൾ കടന്നു പോയത് അറിഞ്ഞില്ല. 7 മണിക്കൂർ പോലെ. ആ വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ ഓരോരോ ദിവസം ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്തൊക്കെയായിരുന്നു എന്ന് ഉള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഇതാണ് പഞ്ചും കണ്ണൻ ചേട്ടനും 5 കേട്ടോ. അപ്പം ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഒരേ ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പൊ അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ ബൈ.